എന്താ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്? അല്ല മാഡം, നന്ദിനി മോൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്. താൻ ഈ വീട്ടിൽ നിൽക്കുന്ന നന്ദിനിയെ നോക്കാനാണോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മമ്മിയുടെ കണ്ണില് കരടാവാൻ നിക്കണ്ട. അത് തനിക്ക് ഗുണം ചെയ്യില്ല. നിന്നോട് ഒരു കാര്യം പറയാനാ വന്നെ. നിന്നോടാ ഞാൻ സംസാരിക്കുന്നത്. നന്ദിനി, നിന്നെ വിളിച്ചത് കേട്ടില്ലേ? ഇപ്പൊ കേട്ടു. മഹാറാണിയെ പേരെടുത്ത് തന്നെ വിളിക്കണമായിരിക്കും. ഞാനും വേദയും കൂടി ഈ നേരം വരെ മമ്മിയോട് സംസാരിക്കായിരുന്നു. രാത്രി ഒരാളെ പുറത്തേക്ക് വിടുന്നത് ശരിയല്ലല്ലോ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾ ഉത്തരവാദിത്തം പറയണം. ദേ, മമ്മിയെ നിർബന്ധിച്ച് ഒരു വിധത്തിലാ ഞങ്ങൾ സമ്മതിപ്പിച്ച്. നിനക്ക് വേണമെങ്കിൽ അകത്ത് കയറാം, അടുക്കളയിൽ പോണമെങ്കിൽ പോവാം. അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. പക്ഷേ സൂര്യയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഡാഡി വരുമ്പോഴായാലും നീ പുറത്തു പോകുമ്പോഴായാലും ദേ, ചേച്ചിയെ കുറിച്ച് നീ പറഞ്ഞ ഈ കഥയില്ലേ, അത് ആരോടും വിളമ്പാൻ നിൽക്കണ്ട. അത് കഥയാണെന്ന് ആര് പറഞ്ഞു? ഞാൻ എന്റെ കണ്ണിൽ കണ്ട കാര്യ. സൂര്യസാരി കിടപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇന്ദ്രജ മാഡം തന്നെ. എന്നോടുള്ള വിരോധത്തില് ഇപ്പൊ ഇവരൊക്കെ ഇന്ദ്രജ മാഡം പറയുന്ന കഥകളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവളാ. അത് സത്യം. ഇതുവരെ നിങ്ങൾ ചെയ്തു കൂട്ടിയതൊക്കെ ഏതെങ്കിലും വിധത്തിൽ പുറത്തു വന്ന് എല്ലാരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഒരു കാലത്ത് ഇതും പുറത്തു വരും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിടന്ന് അറിയിക്കുമ്പോ നിങ്ങൾ തന്നെ വിളിച്ചു പറയും. ദേ, വലിയ ഭീഷണിയൊന്നും വേണ്ട. ഇപ്പൊ ഞാനും ചേച്ചിയും കൂടി മമ്മിയോട് സംസാരിച്ച് നിനക്ക് തരുന്ന ഒരു സൗജന്യോ. വേണമെങ്കിൽ മാത്രം അകത്തേക്ക് കയറാം. അല്ലാതെ നീ ഇവിടെ നിന്ന് മൈതാന പ്രസംഗം നടത്തുവൊന്നും വേണ്ട. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. നീ വാ വേദേ. പേടിച്ചിട്ട് തന്നെയാ മോള് നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ പേടി തന്നെയാ. എന്തെങ്കിലും ആവട്ടെ, മോളകത്തേക്ക് വാ. വേണ്ട രാജുവേട്ടാ, പറഞ്ഞത് അവരെന്ത് കാര്യം പറയുമ്പോഴും അതിന് നല്ല ഉദ്ദേശം മാത്രമായിരിക്കില്ല. ഞാനിവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ. അല്ല, മോളെ എത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും? ഞാൻ മരിക്കാൻ കിടന്ന സമയത്ത് എന്റെ ജീവന് കാവലിരുന്ന മനുഷ്യനാ സൂര്യ സാറ്. സാറെ കിടപ്പ് കിടക്കുമ്പോ എത്ര നേരം, എത്ര കാലം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. മരിക്കുന്നവരെ ഇവിടെ ഇരിക്കേണ്ടി വന്നാലും ഇവിടെ തന്നെ ഇരിക്കും ഞാൻ. അവരാരും കേൾക്കില്ലായിരിക്കും. പക്ഷെ എന്റെ സൂര്യ സാറിന്റെ ശ്വാസത്തിന്റെ ഗതി ഇവിടെ നിന്ന് എനിക്ക് കേൾക്കാം.
അത്രയ്ക്ക് എനിക്ക് ആ മനുഷ്യനെ ഇഷ്ട രാജേട്ടാ. വണ്ടി കേടായ നന്നായല്ലേ സാർ? അതെന്താ? അതുകൊണ്ടല്ലേ സാറിന്റെ കൂടെ എനിക്കിങ്ങനെ നടക്കാൻ പറ്റുന്നേ. കപ്പലിനെയും കുറച്ച് വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ. എടോ, തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലേ? എന്നോട് പറഞ്ഞാ പോരെ? നിത്യേന നമുക്ക് നടക്കാലോ. നിത്യേന നടക്കൊന്നും വേണ്ട, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ മതി. ഞങ്ങള് നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ പോയിട്ട് തിരിച്ചിങ്ങനെ നടക്കും. ചെറിയ പിള്ളേരെയൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ എടുത്തിട്ടുണ്ടാവും. എന്റെ പ്രായത്തിലുള്ള പെൺപിള്ളേരുമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചും തല്ലുകൂടിയും കരിമ്പ് തിന്നും പേടിയില്ലാണ്ട് നടന്നു വരും. അതൊക്കെ ഓർമ്മ വരുന്നു. തനിക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്ന നല്ല രസമാണ്. ഞാനത് വെറുതെ കേൾക്കുകയല്ല. താനത് പറയുമ്പോഴേ ഞാൻ അതിന്റെ കൂടെ ഇങ്ങനെ നടന്നു. ഇറ്റ്സ് വെരി ഗുഡ്. മനുഷ്യരുടെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയോ സർ? നമ്മൾ ഒരുപാട് വലുതാവാൻ പാടില്ല. ആ കുട്ടി പരുവത്തിൽ ഇങ്ങനെ നിൽക്കണം. ചുറ്റുമുള്ള ഒരു കാര്യത്തിനെ കുറിച്ചും ഒരു വേവലാതിയില്ല, ആരെയും പേടിയുമില്ല. എടോ, അത് തന്നെയല്ലോടോ ഞാനും ചെയ്യുന്നേ. എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷനുണ്ടോ? ആരെങ്കിലും പേടിയുണ്ടോ? പക്ഷെ അതൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് നടക്കുമ്പോഴല്ലല്ലോ, കള്ളു കുടിക്കുമ്പോഴല്ലേ. അതാർക്കും പറ്റും. അതെ, കള്ളു കുടിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് എന്നോട് ആരാ പറഞ്ഞേ? 5-6 ഗുണ്ടകളെ കൊണ്ടുവന്ന് നോക്ക്, തല്ലി ശരിയാക്കി കളഞ്ഞ്. ആ പിന്നെ ഞാനിപ്പോ ഗുണ്ടകളെ അന്വേഷിച്ച് പോവാൻ പോവല്ലേ. ഒന്നും മിണ്ടായിരുന്നേ.